ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4ൻ്റെ ബാക്കി പോർഷൻസ് ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺവെൻഷണൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മുടെ ഈ കൺവെൻഷണൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിനെ നമുക്ക് പല രീതിയിൽ മോഡിഫൈ ചെയ്യാം. ഓക്കെ, അപ്പം അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണ് എന്നൊക്കെ ഒന്ന് എടുത്തു പഠിക്കാം. ഓക്കെ, അപ്പം മൂവിങ് ഓൺ ടു സ്ലഡ്ജ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് മോഡിഫിക്കേഷൻസ്. മിനി ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് മോഡിഫിക്കേഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ മോഡിഫിക്കേഷൻസ് ഈ ഡിസൈൻ ചെയ്യുന്നത് അത് ബേസ്ഡ് ഓൺ സ്പെസിഫിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ബേസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പം മോഡിഫിക്കേഷൻസ് എന്ന് പറയുമ്പം മിക്സിങ്ങിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആകാം, അല്ലെങ്കിൽ ഫ്ലോ പാറ്റേണിൽ ഉണ്ടാകുന്ന ഈ എറേഷൻ ടാങ്കിൽ കൂടെ പോകുന്ന ഫ്ലോൻ്റെ പാറ്റേണിൽ ഉണ്ടാകുന്ന മോഡിഫിക്കേഷൻസ് കാരണം നമുക്ക് ഡിഫറൻസ് കാരണം നമുക്ക് ഓരോ മോഡിഫിക്കേഷൻസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ് ഈ പറയുന്ന സീവേജിനുള്ളിൽ മിക്സ് ആകുന്നത് അതും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അപ്പം അതും നമുക്കൊരു മോഡിഫിക്കേഷൻ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പം മേജർ പ്രോസസ് മോഡിഫിക്കേഷൻസ് ഓഫ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്ന് വെച്ചാൽ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ് മേജർ ആയിട്ടുള്ളത്. ടേപ്പേർഡ് എയറേഷൻ, കംപ്ലീറ്റ് മിക്സ് എയറേഷൻ, സ്റ്റെപ്ഡ് എയറേഷൻ, കോണ്ടാക്ട് സ്റ്റെബിലൈസേഷൻ, എക്സ്റ്റെൻഡഡ് എയറേഷൻ. ഓക്കെ, അപ്പം നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റിന്റെ ഫിഗർ എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഈ കാണുന്നതാണ് ഒരു ഏറേഷൻ ടാങ്ക് കാണും, പിന്നെ സെക്കൻഡറി ക്ലാരിഫയറും കാണും. അപ്പം ഏറേഷൻ ടാങ്കിലോട്ട് ഇൻഫ്ലുവൻ്റ് വരുന്നു, ഇതിനുള്ളിൽ ഏറേഷനും മിക്സിങ്ങും ഒക്കെ നടക്കുന്നു, കാര്യം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. സെക്കൻഡറി ക്ലാരിഫയറിൽ നിന്ന് എഫ്ലുവൻ്റ് പോകുന്നു, അതിനകത്ത് അടിഞ്ഞു കിടക്കുന്ന സെറ്റിലായി കിടക്കുന്ന ആക്ടിവേറ്റഡ് സ്ലഡ്ജ് നമുക്ക് റിമൂവ് ചെയ്യാം. അതിൽ കുറച്ചെടുത്ത് നമ്മൾ റിട്ടേൺ ചെയ്യും. ഓക്കെ, ബാക്കി വേസ്റ്റ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആയിട്ട് പോകും. ഓക്കെ, ഈ ഒരു കേസിൽ ഉള്ള ഓക്സിജൻ കോൺസെൻട്രേഷനും ടാങ്കിന്റെ ലെന്തും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ കൺവെൻഷണൽ എയറേഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ ഓക്സിജൻ സപ്ലൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരേ രീതിയിലായിരിക്കും ത്രൂ ഔട്ട് ദി ലെന്ത് അവിടെ ഓക്സിജൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ സപ്ലൈ എന്ന് കൊടുത്തിരിക്കുന്ന നീല ലൈൻ കോൺസ്റ്റന്റ് ആയിട്ട് പോയിരിക്കുന്നത്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്. പക്ഷെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു 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 പാരബോളിക് കേവ് പോലെ പോകുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫ്ലുവൻ്റ് കയറുന്ന ആ ഒരു പോർഷനിലായിരിക്കും കൂടുതൽ ഓക്സിജന് ഡിമാൻഡ് വരുന്നത്. പിന്നീട് അങ്ങോട്ട് കുറച്ച് ടൈം അല്ലെങ്കിൽ ആ ലെന്ത് എയറേഷൻ ടാങ്കിന്റെ ലെന്ത് അങ്ങോട്ട് തീരും തോറും ഓക്സിജന്റെ ഡിമാൻഡ് കുറവായിരിക്കും. അധികം അവർക്ക് ഡിമാൻഡ് ചെയ്യുന്നില്ല മൈക്രോ ഓർഗാനിസംസ്. ആ കയറി പോകുന്ന പോർഷനിൽ മാത്രമായിരിക്കും കൂടുതൽ ഡിമാൻഡ് വരുന്നത്. ഓക്കെ, അപ്പം ആ കൺവെൻഷനലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ വേറെ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് നടത്തി എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള സ്ലൈഡ്സിൽ നോക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ടേപ്പേർഡ് എയറേഷൻ. ഓക്കെ, അപ്പൊ ടേപ്പേർഡ് എയറേഷൻ എന്ന് പറയുന്നത് കൺവെൻഷണൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് സിമിലർ ആണ്, അതിന്റെ ഒരു അറേഞ്ച്മെന്റ് എല്ലാം സിമിലർ ആണ്. മേജർ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഡിഫ്യൂസേഴ്സ് കൊടുക്കുമല്ലോ. ഡിഫ്യൂസേഴ്സ് എന്തിനാണ് കൊടുക്കുന്നത്? കൊടുക്കുന്നത് എയർ ഡിഫ്യൂസേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യും. ഈ നമ്മുടെ എയറേഷൻ ടാങ്കിന്റെ ബോട്ടത്തിലായിട്ട് എയർ ഡിഫ്യൂസേഴ്സ് കൊടുക്കും. അതിൽ ത്രൂ ആണ് എയർ സപ്ലൈ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം എയർ ഡിഫ്യൂസേഴ്സിന്റെ അറേഞ്ച്മെന്റിൽ ഉണ്ടാകുന്ന മോഡിഫിക്കേഷൻസ് മാത്രം, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് മാത്രമേ കൺവെൻഷണൽ ആയിട്ടുള്ള ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റും ഈ പറയാൻ പോകുന്ന ടേപ്പേർഡ് എയറേഷനും തമ്മിലുള്ളത്. ഓക്കെ, എന്താണ് ആ ഒരു അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ദ ഡിഫ്യൂസേഴ്സ് ആർ ക്ലോസ് ടുഗദർ അറ്റ് ദി ഇൻഫ്ലുവൻ്റ് എൻഡ് where more oxygen is needed. Towards the other end of the aeration basin, the spacing of diffuser is increased. എന്താണ്? എയറേഷൻ ടാങ്കിന്റെ ഇൻഫ്ലുവൻ്റ് എൻഡ് എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻ്റ് വരുന്ന ആ ഒരു പോർഷനിൽ ഡിഫ്യൂസേഴ്സ് അടുത്തടുത്ത് കൊടുക്കും, ക്ലോസ് ആയിട്ട് കൊടുക്കും. എയറേഷൻ ബേസിന്റെ അതർ എൻഡിലോട്ട് എത്തുമ്പോഴേക്കും ഈ പറയുന്ന ഡിഫ്യൂസർ ആണ് ഈ ഒരു ചെറിയ ചെറിയ റൗണ്ട് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പം ആ ഡിഫ്യൂസറിന്റെ എണ്ണം ഈ അതർ എൻഡിലോട്ട് എത്തുമ്പോഴേക്കും അത് കുറഞ്ഞു പോരുന്നു. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മാത്രമേ നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റും ഈ പറയുന്ന ടേപ്പേർഡ് എയറേഷൻ തമ്മിലുള്ളത്. ഓക്കെ, ബാക്കി അറേഞ്ച്മെന്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? ഇത് ഇൻഫ്ലുവൻ്റ് ഇങ്ങനെ വരുന്നു, ഇതാണ് നമ്മുടെ എയറേഷൻ ടാങ്ക്, ഇത് നമ്മുടെ സെക്കൻഡറി ക്ലാരിഫയർ, പിന്നെന്താണ് എഫ്ലുവൻറ്റിനെ നമുക്കെല്ലാം റിമൂവ് ചെയ്യാം, പിന്നെ വേസ്റ്റ് ആയിട്ടുള്ള സ്ലഡ്ജ് റിമൂവ് ചെയ്യുന്നത് അതിൽ കുറച്ചെടുത്തിട്ടാണ് ഇവർ റിട്ടേൺ ചെയ്യുന്നത്. ഫിഗർ മേലോട്ട് വരച്ചതേ ഉള്ളൂ കേട്ടോ. റിട്ടേൺ ചെയ്യുന്നതൊക്കെ മേളിൽ കൂടെ ഒരു ആരോ കൊടുത്തതേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ആകപ്പാടുള്ള ഡിഫറൻസ് ഈ പറയുന്ന ഡിഫ്യൂസേഴ്സിന്റെ അറേഞ്ച്മെന്റിലുള്ളതാണ്. ഇൻഫ്ലുവൻ്റ് എൻഡിൽ കൂടുതലും, അതർ എൻഡിൽ കുറച്ചായി. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഗ്രാഫ് ബിറ്റ്വീൻ ഓക്സിജൻ റേറ്റും അതേപോലെ ഡിമാൻഡും തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ ഒരു എയറേഷൻ ടാങ്കിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് അനുസരിച്ച്, ഡിഫ്യൂസറിന്റെ അറേഞ്ച്മെന്റ് അനുസരിച്ച് ആദ്യമേ
നല്ല രീതിയിൽ ഓക്സിജന്റെ റേറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നീട് എത്തുമ്പോഴേക്കും ഈ ഒരു പോർഷൻ ഇല്ലല്ലോ അല്ലേ, ഒട്ടുമില്ല. അപ്പം താന്നു പോരുന്നു. പിന്നീട് വരുമ്പോഴേക്കും നേരത്തേക്കാളും കുറച്ചുകൂടെ താന്നിട്ടായിരിക്കും സപ്ലൈ പോകുന്നത്. പിന്നീട് വരുമ്പോൾ കുറച്ചുകൂടെ കുറഞ്ഞിട്ടായിരിക്കും എയർ സപ്ലൈ ഒക്കെ കൊടുക്കുന്നത്. കാര്യം അവിടെ 2 ഡിഫ്യൂസറേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള സപ്ലൈ ഓഫ് ഓക്സിജനെ കിട്ടത്തുള്ളൂ. പക്ഷെ ഡിമാൻഡ് എന്ന് പറയുന്നതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതിങ്ങനെ ഇൻലെറ്റ് എൻഡിൽ കൂടുതൽ ഡിമാൻഡ് ആയിരിക്കും, പിന്നീട് അതങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞ ഒരു ഗ്രാഫ് പോലെ, കേവ് പോലെ പോകും. ഓക്കെ, അതാണ് ഫസ്റ്റ് മോഡിഫിക്കേഷൻ. ഓക്കെ, അടുത്തത് സ്റ്റെപ്പ് എയറേഷൻ. ഓക്കെ, അപ്പം സ്റ്റെപ്പ് എയറേഷനിൽ എന്താണ് ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ, ഇവിടെ സീവേജ് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് അലോങ് ദി ലെങ്ത് ഓഫ് എയറേഷൻ ടാങ്ക് ഇൻ സെവറൽ സ്റ്റെപ്സ്. എന്താണ് സീവേജ് ഇങ്ങനെ എയറേഷൻ ടാങ്കിന്റെ ത്രൂ ഔട്ട് ദി എയറേഷൻ ടാങ്ക് അവർ യൂസ് ചെയ്യും. എന്തിനാണ്? സീവേജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പല പല സ്റ്റെപ്സിലായിരിക്കും. നിങ്ങൾ നോക്കിയാൽ സാധാരണ കൺവെൻഷനിനകത്ത് എങ്ങനെയാണ് ഈ ഒരു സൈഡിൽ കൂടെ ഇൻഫ്ലുവന്റ് കയറി പോരുന്നു, അത്രേ ഉള്ളായിരുന്നു. ഇവിടെ നോക്കിയാൽ ഇൻഫ്ലുവന്റിന് ഈ ഒരു ലെന്ത് ഫുള്ളും യൂസ് ചെയ്യും. ആദ്യം ഒരു Q1 എമൗണ്ട്, Q2 എമൗണ്ട്, അങ്ങനെ ഓരോ സ്റ്റെപ്സ് ആയിട്ട് അവർ ഇൻഫ്ലുവന്റിനെ സപ്ലൈ ചെയ്യും. ഓക്കെ, വൈൽ ദ റിട്ടേൺ സ്ലഡ്ജ് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദി ഹെഡ്. പക്ഷെ നമ്മുടെ റിട്ടേൺ സ്ലഡ്ജ് ഉണ്ട്, റിട്ടേൺ ആക്ടിവേറ്റർ സ്ലഡ്ജ് സാധാ നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഹെഡ് പോർഷനിലോട്ട് അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. ഓക്കെ, ദ ഓക്സിജൻ ഇസ് സപ്ലൈഡ് യൂണിഫോംലി. ഇവിടെ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതും യൂണിഫോം ആണ്. അങ്ങനെ ഡിഫ്യൂസറിന്റെ അറേഞ്ച്മെന്റിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, എല്ലായിടത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ തന്നെയാണ്. ആകപ്പാട് ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് എവിടാണ്? സീവേജ് പല പല സ്റ്റെപ്സിലായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. This arrangement equalizes the F/M ratio, thus lowering the oxygen demand. Peak oxygen demand കുറയ്ക്കുന്നു. Okay. This method has capacity to absorb shock organic loading. Okay. ഈ ഓർഗാനിക് ലോഡിങ്ങിന് പെട്ടെന്നുള്ള ഒരു റൈസും അല്ലെങ്കിൽ ഒന്ന് കുറഞ്ഞു പോകുന്നതൊക്കെ അബ്സോർബ് ചെയ്യാൻ ഈ ഒരു പറഞ്ഞ മെത്തേഡിന് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഈ പറയുന്ന സ്റ്റെപ്പ് എറേഷൻ അല്ലെങ്കിൽ ഈ ഒരു മോഡിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ലാർജർ പ്ലാന്റിലായിരിക്കും. എന്ന് വെച്ചാൽ കപ്പാസിറ്റി ഓഫ് അബൌട്ട് 1000 mld ഒക്കെ ഉള്ള പ്ലാന്റിലായിരിക്കും ഈ പറയുന്ന സ്റ്റെപ്പ് എറേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്സിജൻ കോൺസെൻട്രേഷനും ടാങ്ക് ലെന്തും തമ്മിലുള്ളത്. ഓക്സിജൻ സപ്ലൈ അങ്ങ് കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഡിമാൻഡ് എന്ന് പറയുന്നത് ചിലപ്പം ഭയങ്കര പീക്കായിരിക്കും, ചിലപ്പോൾ ഒട്ടും ഇല്ലായിരിക്കും. അങ്ങനെ ആ ഒരു കേവും പിന്നെ ഒരു സ്ട്രെയിറ്റ് പോർഷനൊക്കെ ആയിട്ട് അങ്ങ് ആ ഒരു ഡിമാൻഡ് പോകും. ചിലപ്പം ഹൈ പീക്ക് ഡിമാൻഡ് ആയിരിക്കും, ചിലപ്പോൾ ഒട്ടും ഡിമാൻഡ് കാണത്തില്ല. അതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു പീക്കായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒട്ടും വേണ്ടാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ ഓർഗാനിക് ലോഡിങ്. അത് രണ്ടിനെയും അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ പറയുന്ന സ്റ്റെപ്പ് എയറേഷൻ മെത്തേഡിനുണ്ട്. ഓക്കെ, അടുത്തത് കംപ്ലീറ്റ് മിക്സ് എയറേഷൻ. ഓക്കെ, ഇൻ കംപ്ലീറ്റ് മിക്സ്ഡ് എയറേഷൻ ദ ഇൻഫ്ലുവന്റ് ആൻഡ് ദി റിട്ടേൺ സ്ലഡ്ജ് ആർ മിക്സ്ഡ് ആൻഡ് ആർ അപ്ലൈഡ് അറ്റ് സെവറൽ പോയിന്റ്സ് അലോങ് ദി ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ബേസിൻ. ഓക്കെ, ഇത് എന്താണെന്ന് വെച്ചാൽ മറ്റിടത്ത് എന്തായിരുന്നു, തൊട്ട് മുന്നേ പറഞ്ഞതിൽ സീവേജ് മാത്രമായിരുന്നു പല സ്റ്റെപ്സിലൊക്കെ കൊടുത്തോണ്ടിരുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സീവേജും അതേപോലെ തന്നെ റിട്ടേൺ ചെയ്ത് വരുന്ന ആക്ടിവേറ്റർ സ്ലഡ്ജും മിക്സ് ചെയ്തിട്ട് പല പല സ്റ്റെപ്സ് ആയിട്ട് ത്രൂ ഔട്ട് ദി എയറേഷൻ ടാങ്കിന്റെ ലെന്തിൽ ഈ പറയുന്ന മിക്സ് ചെയ്ത ഒരു ലിക്കർ നമ്മൾ സപ്ലൈ ചെയ്യും. ഓക്കെ, അതാണ് ഈ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം Q ഇങ്ങനെ വരുന്നു, പല പല സ്റ്റെപ്സിൽ കൊടുക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ക്ലാരിഫയറിൽ നിന്ന് എക്സസ് സ്ലഡ്ജ് റിമൂവ് ചെയ്യുന്നു, ബാക്കി റീസർക്കുലേഷൻ ചെയ്യേണ്ട സ്ലഡ്ജും ഇതിൻ്റെ കൂടെ കൊണ്ടുവരുന്നു. എന്നിട്ട് അത് മിക്സ് ആക്കിയിട്ടാണ് പല പല സ്റ്റെപ്സ് ആയിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു സൈഡിൽ റിയാക്ടന്റ് അല്ലെങ്കിൽ എയറേഷൻ ടാങ്കിന്റെ ഈ ഒരു സൈഡിൽ ഇതെല്ലാം എത്തുന്നുണ്ടെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡ് ആവുമല്ലോ, അപ്പം അതർ എൻഡ് ആവുള്ളൂ. അവിടുന്ന് ഈ പറയുന്ന ക്ലാരിഫയറിലോട്ട് എന്തെടുക്കും, ഈ മിക്സ് ആയി കഴിഞ്ഞിട്ട് ഉള്ളത് ഈ ക്ലാരിഫയറിൽ വരികയും പിന്നെ എഫ്ലുവൻ്റ് അങ്ങനെ റിമൂവ് ചെയ്യും. എക്സസ് സ്ലഡ്ജ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും, ബാക്കി റീസർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ഇൻഫ്ലുവൻ്റ് ആൻഡ് റിട്ടേൺ സ്ലഡ്ജ് ആർ മിക്സ്ഡ് ആൻഡ് അത് പല പോയിന്റ്സിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. ദ കണ്ടൻസ് ആർ മിക്സ്ഡ് ആൻഡ് ദ മിക്സഡ് ലിക്കർ സസ്പെൻഡഡ് സോളിഡ്സ് ഫ്ലോസ് അക്രോസ് ദി ടാങ്ക് ടു ദി എഫ്ലുവൻ്റ് എൻഡ്. ഓക്കെ, എന്നിട്ട് ഈ മിക്സായ MLSS ത്രൂ ഔട്ട് ദി ആ ടാങ്ക് അത് യൂട്ടിലൈസ് ചെയ്തിട്ട് എഫ്ലുവൻറ്റിൻ്റെ എൻഡിലോട്ട്, എന്ന് വെച്ചാൽ ആ ഒരു എഫ്ലുവൻ്റ് കളക്ട് ചെയ്യുന്ന പോയിന്റിലോട്ട് ഫ്ലോ ചെയ്തങ്ങ് എത്തും. ഓക്കെ, ഇവിടെ ഓക്സിജൻ ഡിമാൻഡും അതേപോലെ തന്നെ ഓർഗാനിക് ലോഡിംഗ് ഒക്കെ യൂണിഫോം ആണ് ത്രൂ ഔട്ട് ദി എൻറ്റയർ ലെന്ത്. ഓക്കെ, ഇവിടെയും ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു വ്യത്യാസമില്ല, എല്ലാ സ്ഥലത്തോട്ടും ഒരുപോലെയാണ് എത്തുന്നത്. അവിടെ ഡിമാൻഡിലും വലിയ വ്യത്യാസമല്ല. കാര്യം എന്താ, നമ്മൾ മിക്സ് ചെയ്ത ഒരു ലിക്കറാണ് നമ്മൾ ഇതിനകത്തോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയിലൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല. ഓക്കെ,
അടുത്ത മോഡിഫിക്കേഷൻ കോണ്ടാക്ട് സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ ബയോപ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇൻ കോണ്ടാക്ട് സ്റ്റെബിലൈസേഷൻ പ്രൈമറി ട്രീറ്റ്മെന്റിന്റെ ആവശ്യം കാണില്ല. ഓക്കെ, ഈ കോണ്ടാക്ട് സ്റ്റെബിലൈസേഷൻ ആണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടെ ഈ പറയുന്ന പ്രൈമറി ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ജസ്റ്റ് ഒന്ന് സ്ക്രീനിങ് മാത്രം ചെയ്താൽ മതി. അല്ലാതെ എന്താണ് നമ്മുടെ ഗ്രിഡ് ചേംബറോ ഡെട്രിറ്റസ് ചേംബറോ അല്ലെങ്കിൽ പ്രൈമറി സെറ്റിലിംഗ് ഒന്നും ചെയ്തില്ലെങ്കിലും വലിയ സീൻ വരത്തില്ല. Okay, the activated sludge is mixed with influent in the contact tank where the organics are absorbed by microorganisms in the return sludge. Okay, ഇവിടെ ഉള്ള ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാല് ഇത് കണ്ടോ, താഴെ ഒരു ടാങ്ക് കൂടെ കാണുന്നുണ്ടോ അല്ലേ? അതെന്താന്ന് വെച്ചാല് ഈ സെക്കൻഡറി ക്ലാരിഫയറിൽ നിന്ന് കുറെ വേസ്റ്റ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പോകുന്നുണ്ടല്ലോ, അതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന സ്ലഡ്ജ് ഉണ്ടല്ലോ, അതിനെ നേരിട്ട് ഈ പറയുന്ന നമ്മുടെ എയറേഷൻ ടാങ്കിലോട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഈ പറയുന്ന എയറേഷൻ ടാങ്ക് ഫോർ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് അങ്ങനെ ഒരു ടാങ്ക് ഉണ്ട്. എന്തിനാണ്? റിട്ടേൺ ആക്ടിവേറ്റഡ് സ്ലഡ്ജിന് എയറേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ടാങ്ക് കാണും. ഓക്കെ, അതിനകത്തോട്ട് പാസ് ചെയ്ത് അതിന് ഒരു എയറേഷൻ കൊടുത്തിട്ടായിരിക്കും നമ്മൾ അതിനെ റിട്ടേൺ ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ നമുക്കറിയാലോ ഈ സ്ലഡ്ജിനകത്ത് മൈക്രോ ഓർഗാനിസം ഉണ്ട്. മൈക്രോ ഓർഗാനിസം ഈ നമ്മുടെ മെയിൻ എയറേഷൻ ടാങ്കിൽ വെച്ചിട്ട് ഈ നമ്മുടെ സീവേജ് ആയിട്ട് മിക്സ് ചെയ്യുമ്പം അതിനുള്ള ഓർഗാനിക്സിനെയൊക്കെ അത് അങ്ങ് അബ്സോർബ് ചെയ്യും. എന്നിട്ടാണല്ലോ അത് സെറ്റിൽ ആകുന്നതൊക്കെ. അപ്പം ഈ സെറ്റിൽ ആയത് കൊണ്ടും തിരിച്ച് പിന്നെ റിട്ടേൺ ആയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ ഒരു സെറ്റിൽ ആയതെല്ലാം ഒന്ന് പൊളിഞ്ഞു മാറി ഒന്ന് പുതിയൊരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ പറയുന്ന റിട്ടേൺ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനും ഈ എയറേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് മിക്സ്ഡ് വിത്ത് ദി ഇൻഫ്ലുവന്റ് ഇൻ ദി കോണ്ടാക്ട് ടാങ്ക്. അവിടെ വെച്ച് എന്താ നടക്കുന്നത്? ഓർഗാനിക്സ് ആർ അബ്സോർബ്ഡ് ബൈ ദി മൈക്രോ ഓർഗാനിസംസ് ഇൻ ദി റിട്ടേൺ സ്ലഡ്ജ്. ഈ റിട്ടേൺ സ്ലഡ്ജ് ഉള്ള മൈക്രോ ഓർഗാനിസംസ് ഈ ഇതിനകത്തുള്ള ഇൻഫ്ലുവൻറ്റിലുള്ള ഓർഗാനിക്കിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് എവിടെ സെറ്റിൽ ആവും? ക്ലാരിഫയറിൽ സെറ്റിൽ ആവും. ദ റിട്ടേൺഡ് സ്ലഡ്ജ് പിന്നെയും റീഎയറേഷൻ ബേസിനിലോട്ട് ചെന്ന് ഈ ഓർഗാനിക്സ് ഒക്കെ ഒട്ടിയിരിക്കുന്ന അബ്സോർബ് ആയിട്ടിരിക്കുന്ന ഓർഗാനിക്സിനൊക്കെ സ്റ്റെബിലൈസ് ചെയ്യിക്കുകയും അതങ്ങ് പൊളിഞ്ഞു പോരും. ബാക്കി പിന്നെ പുതിയ മൈക്രോ ഓർഗാനിസംസ് ആയിട്ടാണ് തിരിച്ച് ഒന്നും കൂടെ കോണ്ടാക്ട് അല്ലെങ്കിൽ എയറേഷൻ ടാങ്കിലോട്ട് ചെല്ലുന്നത്. ഓക്കെ, ദ പ്രോസസ് റിക്വയർസ് അപ്രോക്സിമേറ്റ്ലി 50% ലെസ് ടാങ്ക് വോളിയം. അപ്പം നമ്മൾ സാധാരണ കൊടുക്കുന്ന എന്താണ് ഈ ടാങ്കിന്റെ വോളിയം ഇല്ല, അതിനേക്കാൾ ഒരു 50% കുറച്ച് കൊടുത്താൽ മതി ഈ ടൈപ്പ് ഓഫ് സ്റ്റെബിലൈസേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ, കോണ്ടാക്ട് സ്റ്റെബിലൈസേഷൻ ആണെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ ഇത് മീഡിയം സൈസ്ഡ് പ്ലാന്റിലൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റി ഓഫ് അബൌട്ട് 40 mld ഒക്കെ ഉള്ള ടാങ്കിലാണ് ഈ പറയുന്ന കോണ്ടാക്ട് സ്റ്റെബിലൈസേഷൻ നമ്മൾ ചെയ്യാറ്. ഓക്കെ, അടുത്തത് എക്സ്റ്റെൻഡഡ് എയറേഷൻ ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. ഓക്കെ, എക്സ്റ്റെൻഡഡ് എയറേഷൻ വെച്ചിട്ടുള്ള ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്റ്റെൻഡഡ് എന്നൊരു പേരുണ്ടല്ലോ, അപ്പം എന്തൊക്കെയോ എക്സ്റ്റെൻഡ് ചെയ്തു, എല്ലാത്തിൻ്റെയും ഒരു എമൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലോർക്കുക ആദ്യമേ. ഇതിലും ഈ ഒരു പ്രോസസ്സാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ഓക്കെ, ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി മിക്സ്ഡ് പ്രോസസ് വിച്ച് ഓപ്പറേറ്റ്സ് അറ്റ് എ ലോങ് ഹൈഡ്രോളിക് റിട്ടൻഷൻ ടൈം, a high sludge age, a high MLSS concentration and low F/M ratio. Okay, ഈ ഒരു പ്രോസസ്സിൽ ഫുൾ മിക്സിംഗ് ആണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഹൈഡ്രോളിക് റിട്ടൻഷൻ ടൈം ലോങ് ആയിരിക്കും, കുറച്ചധികം നേരം കാണും. സ്ലഡ്ജ് ഏജ് ഹൈ ആയിരിക്കും, MLSSന്റെ കോൺസെൻട്രേഷനും ഹൈ ആയിരിക്കും. ഇതെല്ലാം കൊണ്ട് നമുക്ക് F/M റേഷ്യോ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ കേസിൽ എയറേഷൻ ബേസിനിൽ കുറച്ചധികം ഡിറ്റൻഷൻ ടൈം അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിന്റെ പോപ്പുലേഷനും ഹൈ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്മോൾ ഫ്ലോ എന്ന് വെച്ചാൽ ലെസ് ദാൻ 4 mld ഒക്കെയുള്ള ഇപ്പം സ്കൂൾസിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടർ ഉണ്ടല്ലോ, അതൊക്കെ ട്രീറ്റ് ചെയ്യാനൊക്കെ ഈ പറയുന്ന എക്സ്റ്റൻഡഡ് എയറേഷൻ യൂസ് ചെയ്യാം. ഇറ്റ് ഹാസ് എ ചാനൽ ഇൻ ദി ഷേപ്പ് ഓഫ് എ റേസ് ട്രാക്ക് വിത്ത് റോട്ടേഴ്സ് ബീങ് യൂസ്ഡ് ഫോർ ഓക്സിജൻ സപ്ലൈ ആൻഡ് മെയിൻറ്റെയിൻ സർക്കുലേഷൻ. ഓക്കെ, അപ്പോൾ ഇതിന് ഉള്ള ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു റേസ് ട്രാക്ക് പോലെ, ഈ താഴത്തെ ഒരു ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അങ്ങനത്തെ ഒരു ട്രാക്ക് പോലെ തോന്നിക്കുന്ന ഒരു ടാങ്ക് അറേഞ്ച്മെന്റ് ആയിരിക്കും. അതിനുള്ളിൽ നമ്മൾ റോട്ടർ കൊടുക്കും. ആ റോട്ടർ കൊടുക്കുന്നത് ഓക്സിജൻ സപ്ലൈ ചെയ്യാനും സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുമാണ്. ഓക്കെ, ടിപ്പിക്കലി ദ പ്രോസസ് പ്രൊഡ്യൂസേഴ്സ് ഹൈ ക്വാളിറ്റി എഫ്ലുവൻറ്റ് ആൻഡ് ലെസ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കാരണം നല്ല ക്വാളിറ്റി ഓഫ് എഫ്ലുവൻറ്റ് കിട്ടുകയും ചെയ്യും, അധികം ആക്ടിവേറ്റഡ് സ്ലഡ്ജ് അടിഞ്ഞ് സെറ്റിൽ ആകത്തുമില്ല. ഓക്കെ, പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന സ്ലഡ്ജിന് വേറെ പ്രത്യേകം ഡൈജഷൻ ഒന്നും ചെയ്യണ്ട. സാധാരണ നമുക്ക് അല്ലാത്ത ബാക്കി എല്ലാ പ്രോസസ്സിലും
കിട്ടുന്ന വേസ്റ്റ് സ്ലഡ്ജിനെ നമ്മൾ ഡൈജഷനും ചെയ്ത് നമ്മുടെ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ 6th മൊഡ്യൂളിൽ പഠിച്ചല്ലോ. ആ മെത്തേഡ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ സ്ലഡ്ജ് ഡ്രൈയിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡ്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു കേസിൽ ഡൈജഷൻ ചെയ്യേണ്ട, അതിനുള്ള ഒരു കപ്പാസിറ്റി ആയിട്ടായിരിക്കും ഈ പറയുന്ന സ്ലഡ്ജ് ഉണ്ടായി വരുന്നത്. കാര്യം അധികം എമൗണ്ട് കാണത്തുമില്ല, പ്ലസ് അതിനെ ഡയറക്റ്റ് നമുക്ക് എന്തെടുക്കാം, ഡ്രൈയിങ് ബെഡിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ പറഞ്ഞതൊക്കെയായിരുന്നു ഡിഫറെൻറ്റ് മോഡിഫിക്കേഷൻസ് ഇൻ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. ഓക്കെ, ഇനി അടുത്തത് എന്തൊക്കെ ഓപ്പറേഷണൽ ഡിഫിക്കൽട്ടീസ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റിൽ ഉണ്ടാകും. ഓക്കെ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു? ഫ്ലൈ ന്യൂയിസൻസ്, പോണ്ടിങ്, പിന്നെന്താണ് ഓഡർ ന്യൂയിസൻസ്, ഇതെല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റ് വർക്ക് ചെയ്യിക്കുന്നെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും അവിടെ. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് റൈസിങ് സ്ലഡ്ജും, രണ്ടാമത്തത് ബൾക്കിംഗ് സ്ലഡ്ജും. ഓക്കെ, റൈസിങ് സ്ലഡ്ജും ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ബൾക്കിംഗ് ഓഫ് സ്ലഡ്ജ് എന്നൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതിൽ റൈസിങ് സ്ലഡ്ജ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒക്കേഷണലി സ്ലഡ്ജിനൊക്കെ നല്ലൊരു സെറ്റിലിംഗ് കപ്പാസിറ്റി ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അതിന് സെറ്റിലാകാനുള്ളത്. പക്ഷെ അപ്പം എന്താ പറ്റുന്നത് വെച്ചാൽ ഈ സെറ്റിലിംഗ് പീരീഡിൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും എന്താ പറ്റുന്നത് വെച്ചാൽ ഈ അടിഞ്ഞ സ്ലഡ്ജ് എല്ലാം പതുക്കെ പതുക്കെ സർഫസിലോട്ട് റൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും. അത് ഉണ്ടാകാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഡീനൈട്രിഫിക്കേഷൻ പ്രോസസ്സ് കാരണമാണ്. ഡീനൈട്രിഫിക്കേഷൻ എന്താണ്? ഈ വേസ്റ്റ് വാട്ടറിനകത്തുള്ള അല്ലെങ്കിൽ സീവേജിനകത്തുള്ള നൈട്രേറ്റ് ഒക്കെ എന്തെടുക്കും, നൈട്രജൻ ഗ്യാസ് ആയി മാറുമ്പോൾ അത് ഗ്യാസ് ബബിൾസ് ആണല്ലോ. അപ്പം ആ ഗ്യാസ് ബബിൾസ് ഒക്കെ ഈ സ്ലഡ്ജിനകത്ത് ഫോം ചെയ്യുമല്ലോ. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് കാരണം സ്ലഡ്ജ് എല്ലാം, ഈ സെറ്റിലായ സ്ലഡ്ജിനൊക്കെ ഒരു ബോയൻസി ഉണ്ടാവും, ബോയൻ്റ് ആവുകയും അതിന് പതുക്കെ പതുക്കെ മേലോട്ട് റൈസ് ചെയ്ത് ഫ്ലോട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അപ്പം അതാണ് ആ ഒരു പ്രശ്നം കാണുവാണ്. ഈ ഡീനൈട്രിഫിക്കേഷൻ കാരണം നൈട്രേറ്റ് ഒക്കെ നൈട്രജൻ ഗ്യാസായി മാറുന്നതുകൊണ്ടാണ് റൈസിങ് ഓഫ് സ്ലഡ്ജ് ഉണ്ടാകുന്നത്. ഓക്കെ, ബൾക്കിംഗ് ഓഫ് സ്ലഡ്ജും റൈസിങ് സ്ലഡ്ജും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. രണ്ടിടത്തും ഫ്ലോട്ടിങ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും സോളിഡ്സ്. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ റൈസിങ് സ്ലഡ്ജിൽ ഈ ഫ്ലോട്ട് ചെയ്യുന്ന സോളിഡിന്റെ കൂടെ ചെറിയ ചെറിയ ബബിൾസ് കാണും. ആ ബബിൾസ് എന്ന് പറയുന്നത് നൈട്രജൻ ഗ്യാസ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ റൈസിങ് ഓഫ് സ്ലഡ്ജ് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒന്ന് ഇൻക്രീസിങ് ദി റേറ്റ് ഓഫ് റിട്ടേൺ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പമ്പിങ് ഫ്രം ദി ആക്ടിവേറ്റഡ് സ്ലഡ്ജ് സെറ്റിലിംഗ് ടാങ്ക്. ഓക്കെ, ഈ പറയുന്ന നമ്മുടെ റിട്ടേൺ ചെയ്യുന്ന ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഇച്ചിരൂടെ ഹൈ റേറ്റിൽ പമ്പ് ചെയ്യുക. രണ്ടാമത്തത് decreasing the rate of flow of aeration liquor into the offending tank if the sludge depth cannot be reduced by increasing the return activated sludge withdrawal rate. Okay, ഈ പറയുന്ന റിട്ടേൺ ചെയ്യുന്ന ആക്ടിവേറ്റഡ് സ്ലഡ്ജിന്റെ ആ റേറ്റ് കൂട്ടുന്നത് കൊണ്ട് സ്ലഡ്ജിന്റെ ഡെപ്ത് കുറയുന്നില്ലെങ്കിൽ എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന ക്ലാരിഫയറിലോട്ട് വരുന്ന ലിക്കറിന്റെ റേറ്റ് ഫ്ലോ, അതിന്റെ ആ റേറ്റ് ഓഫ് ഫ്ലോ കുറയ്ക്കുക. ഓക്കെ, അടുത്തത് പോസിബിൾ ആണെങ്കിൽ സ്ലഡ്ജ് കളക്ടിങ് മെക്കാനിസത്തിന്റെ സ്പീഡ് ഒന്നിച്ചിട്ട് കൂട്ടുക. പിന്നെ എന്താണ്, മീൻ സെൽ റെസിഡൻസ് ടൈം കുറയ്ക്കുവാണെങ്കിലും നമുക്ക് എന്താണ് ഈ സ്ലഡ്ജ് വേസ്റ്റിംഗ് റേറ്റ് കൂട്ടാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് റൈസിങ് സ്ലഡ്ജ് ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്സ്. ഓക്കെ, അടുത്ത പ്രശ്നം അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ബൾക്കിംഗ് ഓഫ് സ്ലഡ്ജ് ആയിരുന്നു. അപ്പം എ ബൾക്ക്ഡ് സ്ലഡ്ജ് ഈസ് ദി വൺ ദാറ്റ് ഹാസ് പൂവർ സെറ്റിലിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പൂവർ കോമ്പാക്റ്റബിലിറ്റി. ഓക്കെ, സ്ലഡ്ജ് ബൾക്കിംഗ് ക്യാൻ ബി കോസ്ഡ് ബൈ രണ്ട് രീതിയിൽ ആണ് ഈ പറയുന്ന ബൾക്കിംഗ് ഓഫ് സ്ലഡ്ജ് ഉണ്ടാകുന്നത്. ഒന്ന് ഫിലമെന്റസ് ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കാരണം. അതെന്താന്ന് വെച്ചാൽ ആ പറയുന്ന ഫിലമെന്റിനസ് ഓർഗാനിസംസ് സെറ്റിലാകില്ല. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന ഓർഗാനിസത്തിന് ലാർജ് വോളിയൂം ഓഫ് വാട്ടർ അതിൻ്റെ സെൽ സ്ട്രക്ചറിലോട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി വരും. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ അതിൻ്റെ ഡെൻസിറ്റിയും വാട്ടറിൻ്റെ ഡെൻസിറ്റിയും ഈക്വൽ ആകുകയും എന്താ പറ്റുന്നത്, പിന്നെ സെറ്റിലാകാതെ അതിങ്ങനെ പൊങ്ങി കിടക്കാനുള്ള ടെൻഡൻസി വരും. ഓക്കെ, അപ്പോൾ എന്താണ്, ഫിലമെന്റേസസ് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് കാരണം സെറ്റിലാകില്ല, അതിന് സെറ്റിലാകാനുള്ള കപ്പാസിറ്റി ഇല്ല. കാര്യം അതിന് വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഡെൻസിറ്റി സാധാ വാട്ടറുമായിട്ട് ഈക്വലായി മാറുകയും അത് ഫ്ലോട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, വേറെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് മേ ലീഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് സ്ലഡ്ജ് ബൾക്കിംഗ് എന്ന് പറയുന്നത് ഒന്ന് ഇൻഎഡ്യൂക്കേറ്റ് ആയിട്ടുള്ള എയർ സപ്ലൈ, pH-ന്റെ കുറവ് കാരണം, പ്രൊലോങ്ഡ് ഡിറ്റൻഷൻ ഓഫ് സ്ലഡ്ജ്
ഒത്തിരി നേരം സ്ലഡ്ജ് അകത്ത് കിടക്കുന്നതുകൊണ്ട് അക്യുമുലേഷൻ ഓഫ് സ്ലഡ്ജ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ഏരിയേഷൻ ടാങ്കിന്റെ ബോട്ടത്തിലും സ്ലഡ്ജ് കിടക്കുന്നതുകൊണ്ട് പിന്നെന്താണ് ക്യാരക്ടർ ഓഫ് സീവേജിൽ വരുന്ന പെട്ടെന്നുള്ള സഡൻ ചേഞ്ച് കാരണം അല്ലെങ്കിൽ സെപ്റ്റിക് ആയിട്ടുള്ള സോളിഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ സീവേജ് ഒക്കെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സീവേജിന്റെ ഒരു എഫക്ട് കാരണം ഫിലമെന്റേസിയസ് ഓർഗാനിസംസിന് ഗ്രോത്തിന് കാരണമാവും. ഓക്കെ, ഇതൊക്കെയാണ് ഡിഫറെന്റ് അതർ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പം ഈ പറയുന്ന സ്ലഡ്ജ് ബൾക്കിംഗ് കാരണം എന്താ ഉണ്ടാകുന്ന വെച്ചാൽ സ്ലഡ്ജ് ശരിക്കും സെറ്റിലും ആകത്തും ഇല്ല, അതേപോലെ തന്നെ അത് ആ സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിൽ സസ്പെൻഷനിൽ കിടക്കും. അതുകൊണ്ട് തന്നെ എഫ്ലുവൻറ്റിന്റെ ക്വാളിറ്റി പുവർ ആയിരിക്കും. രണ്ടാമത്തത് എന്താണ്, നമുക്കറിയാം ഏറിയേഷൻ ടാങ്കിനകത്ത് MLSS ഉണ്ട്. ഓക്കെ, അതാണല്ലോ ഈ പറയുന്ന സ്റ്റെബിലൈസേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പം ഈ MLSS എഫ്ലുവന്റ് പോകുന്നതിന്റെ കൂടെ MLSSും എസ്കേപ്പ് ആയി പോകും. അപ്പം നമുക്ക് ലോസ് ഓഫ് MLSS ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, ലാർജ് വോളിയം ഓഫ് സ്ലഡ്ജ് ഉണ്ടാവും. അപ്പം അത് ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനിയും അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെമഡിയൽ മെഷേഴ്സ് ഫോർ കൺട്രോളിങ് ബൾക്കിംഗ് ഓഫ് സ്ലഡ്ജ് എന്ന് പറയുന്നത് ഒന്ന് സീവേജിന്റെ ഫ്ലോ റെഡ്യൂസ് ചെയ്യുക, പിന്നെ എന്താണ് സസ്പെൻഡഡ് സോളിഡ്സ് എന്തുമാത്രം കുറയ്ക്കാൻ പറ്റുമോ അതെല്ലാം കുറയ്ക്കുക, പ്രൊലോങ്ഡ് ഏറേഷൻ കുറച്ചധികം നേരം ഏറേഷൻ കൊടുക്കുക, പിന്നെ റിട്ടേൺ ചെയ്ത് വരുന്ന ആക്ടിവിറ്റി സ്ലഡ്ജിന് അത് പ്രത്യേകം ഏറേഷൻ കൊടുക്കുക, പിന്നെ ക്ലോറിൻ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, കാര്യം അത് ഫിലമെന്റേഷ്യസ് മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ അത് കൺട്രോൾ ചെയ്യും. അതേപോലെ pH റൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അബൌട്ട് 8 വരെ എത്തിക്കുക. അതിന് നമുക്ക് വേണമെങ്കിൽ ലൈമൊക്കെ ആഡ് ചെയ്യാം. അടുത്തത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ടു കൺട്രോൾ ദി ഗ്രോത്ത് ഓഫ് ഫിലമെന്റേഷ്യസ് ഓർഗാനിസം. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നമ്മൾ എന്തൊക്കെ നോക്കി ഇന്ന് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിന്റെ മോഡിഫിക്കേഷൻസും പിന്നെ ഓപ്പറേഷണൽ ഡിഫിക്കൽട്ടീസ് ഇൻ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. ഓക്കെ, ഇത് നോക്കുക കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ തന്നെ ലെക്ചർ നോട്ട് എഴുതുക, ജസ്റ്റ് പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ബാക്കി നമ്മുടെ നോട്ട്സ് ഉണ്ടല്ലോ, അത് ലാസ്റ്റ് പ്രിന്റ് ഔട്ട് എടുക്കാം. ഓക്കെ, പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി.